KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ആർക്കനുകൂലമായിട്ടാണ് സർവകലാശാലകളിലേക്ക് കൊടുക്കുന്ന ലിസ്റ്റിനകത്ത് എങ്ങനെയാണ് RSSകാർ അടക്കമുള്ളവർ കടന്നുകൂടുമ്പോൾ അതിനൊരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കുക. KPCC ആഫീസിൽ ശരീരവും RSS കാര്യാലയത്തിൽ മനസ്സുമായിട്ടിരിക്കുന്ന ഒരാളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് ചെന്നുവിട്ടിരിക്കുന്ന ദുരന്തത്തിൻ്റെ സൂചന തന്നെയാണ് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഈ മനസ്സുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത്തരം വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കാതിരിക്കുക എന്നുള്ളത് കേരളം പുലർത്തേണ്ടുന്ന ഏറ്റവും വലിയ ജാഗ്രതയാണ് എന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാവുകയുള്ളൂ. ഗാന്ധി ഘാതകരോട് ഇത്രമേൽ വലിയ ചങ്ങാത്തമുണ്ടാക്കാൻ എങ്ങനെയാണ് ഇവർക്കെല്ലാം കഴിയുന്നത്? വളരെ ദയനീയമെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ കഴിയുകയില്ല. നവകേരള സദസ്സിനെ ആക്ഷേപിക്കാൻ ഒരുമ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ഇന്നലെ കരുനാഗപ്പള്ളിയുടെ മുൻ MLA സഖാവ് R. രാമചന്ദ്രൻ്റെ വസതി, അദ്ദേഹത്തിൻ്റെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിട്ടാണ് മുഖ്യമന്ത്രി വീണ്ടും കരുനാഗപ്പള്ളിയിലെ പരിപാടി കഴിഞ്ഞ് തുടങ്ങുന്നത്. ഒരു മരണ വീട്ടിൽ പോയിട്ട് മടങ്ങുന്ന ആളോട് കരിങ്കൊടി കാണിക്കുക എന്നുള്ളത് ഈ കേരളം എന്നെങ്കിലും കണ്ടുള്ള രീതിയാണോ എന്ന് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട്. ഇതാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് ശീലിച്ചുകൊണ്ടിരിക്കുന്ന രീതിയെല്ലാം. ഇതൊക്കെ മാറ്റേണ്ടതാണ് എന്നുള്ളത് കേരളം പറയുന്നുണ്ട്. അത് കേരളം പറയുന്ന കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ അവർക്ക് മനസ്സിലാക്കാൻ അവർ കഴിയട്ടെ എന്നും മാത്രമേ പറയുന്നുള്ളൂ.